നമസ്കാരം. ഭാരതീയ ജ്യോതിഷ ഗണന പ്രകാരം 2026 ഏപ്രിൽ 14 സംഭവിക്കുന്ന വിഷു സംക്രമം മുതൽ ഇനിയുള്ള ഒരു വർഷക്കാലം 12 രാശികളിൽ ജനിച്ചവർക്കും എങ്ങനെയുണ്ടാകുമെന്ന് നമുക്ക് പരിശോധിക്കാം. വ്യാഴം, ശനി ഭഗവാൻമാർ, രാഹു, കേതുക്കൾ എന്നിവരുടെ സ്ഥാനചലനങ്ങളെയും സൂര്യഭഗവാന്റെ രാശിമാറ്റങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള വളരെ കൃത്യമായ ഫലങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ആദ്യമായി മേടക്കൂറിൽ ജനിച്ച അശ്വതി, ഭരണി, കാർത്തിക, കാൽഭാഗം എന്നീ നക്ഷത്രക്കാരുടെ ഫലങ്ങൾ നോക്കാം. ഇനിയുള്ള ഒരു വർഷം സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ അട്ടിമറികളോ കുതിച്ചുചാട്ടങ്ങളോ സംഭവിക്കില്ലെങ്കിലും വരുമാനത്തിൽ ഒരു സ്ഥിരത നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ അധ്വാനത്തിനനുസരിച്ചുള്ള പണം വന്നുചേരും. അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കാൻ ശനി ഭഗവാന്റെ കടാക്ഷം നിങ്ങളെ സഹായിക്കും. എന്നാൽ പെട്ടെന്ന് പണം ഉണ്ടാക്കാമെന്ന് രാഹുവിന്റെ പ്രലോഭനങ്ങളിൽ വീണ് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ പണം നിക്ഷേപിക്കരുത്. ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുന്നത് മൂലം മാനസികമായ പിരിമുറുക്കവും ക്ഷീണവും ഉണ്ടായേക്കാം. അതിനാൽ ഉറക്കവും വിശ്രമവും കൃത്യമാക്കുക. അമിതമായ ചിന്തകൾ ആരോഗ്യത്തെ ബാധിക്കാതെ നോക്കണം. തൊഴിൽ രംഗത്തെ വളർച്ച വളരെ സാവധാനത്തിലായിരിക്കും. മേലധികാരികളുടെ പിന്തുണ ലഭിക്കുമെങ്കിലും ഇപ്പോഴുള്ള ജോലിയിൽ മാറ്റങ്ങൾ വരുത്താൻ തിരക്കുകൂട്ടരുത്. കുടുംബത്തിൽ ഉത്തരവാദിത്വങ്ങൾ കൂടുമ്പോൾ പങ്കാളിയോട് കാര്യങ്ങൾ തുറന്ന് സംസാരിച്ച് തെറ്റിദ്ധാരണകൾ മാറ്റുക. അച്ചടക്കത്തോടെയുള്ള ജീവിതമാണ് ഇനിയുള്ള ഒരു വർഷം നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുക. അടുത്തതായി ഇടവക്കൂറിൽ ജനിച്ച് കാർത്തിക മുക്കാൽ, രോഹിണി, മകീരം പകുതി നക്ഷത്രക്കാരുടെ സമയമാണ്. ദേവഗുരുവായ വ്യാഴത്തിന്റെ പൂർണ്ണ അനുഗ്രഹമുള്ളതിനാൽ സാമ്പത്തികമായി വളരെ മികച്ചൊരു കാലമാണിത്. പുതിയ തൊഴിൽ വഴികളിലൂടെ പണം വന്നു ചേരും. സമ്പാദ്യം കൂട്ടാനും പഴയ നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം കൊയ്യാനും സാധിക്കും. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെങ്കിലും അമിതമായ ആഹാര രീതികളും അലസതയും അമിതവണ്ണത്തിനോ മറ്റു ശാരീരിക ബുദ്ധിമുട്ടുകൾക്കോ കാരണമായേക്കാം. തൊഴിൽ രംഗത്ത് വലിയൊരു മുന്നേറ്റം തന്നെ പ്രതീക്ഷിക്കാം. സ്ഥാനക്കയറ്റത്തിനും വലിയ അംഗീകാരങ്ങൾക്കും സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് നീങ്ങാനും ദാമ്പത്യത്തിൽ സന്തോഷം നിലനിൽക്കാനും ഇടയുണ്ട്. സ്ഥിരതയുള്ള വളർച്ചയും സമാധാനവും നിറഞ്ഞൊരു വർഷമായിരിക്കും ഇടവക്കൂറുകാർക്ക് ലഭിക്കുക. തുടർന്ന് മിഥുനക്കൂറിൽ ജനിച്ച മകയിരം പകുതി, തിരുവാതിര, പുനർധം മുക്കാൽ നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ്. വരവും ചിലവും ഒരുപോലെ വരാൻ സാധ്യതയുള്ളതിനാൽ ധനകാര്യ പ്ലാനിംഗ് അത്യാവശ്യമാണ്. കുറുക്കുവഴികളിലൂടെ പണമുണ്ടാക്കാൻ നോക്കാതെ കയ്യിലുള്ള സമ്പാദ്യം വിവേകത്തോടെ ഉപയോഗിക്കുക. മനസ്സിനെ അലട്ടുന്ന ഉത്കണ്ഠകൾ കാരണം ഉറക്കക്കുറവ് അനുഭവപ്പെട്ടേക്കാം. പ്രാർത്ഥനയിലൂടെ മനസ്സിനെ ശാന്തമാക്കുക. ജോലിയിൽ ചില അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകാം. സ്ഥലമാറ്റത്തിനോ ഉത്തരവാദിത്വങ്ങളിൽ പെട്ടെന്നുള്ള മാറ്റത്തിനോ സാധ്യതയുണ്ട്. ക്ഷമയോടെ മുന്നോട്ട് പോയാൽ മാത്രമേ ഗുണകരമായ ഫലം ലഭിക്കൂ. ആശയവിനിമയത്തിലെ പിശകുകൾ മൂലം കുടുംബത്തിൽ തർക്കങ്ങൾ വരാൻ ഇടയുള്ളതിനാൽ പങ്കാളിയോട് കാര്യങ്ങൾ കൃത്യമായി സംസാരിക്കുക. ക്ഷമയിലൂടെയും അച്ചടക്കത്തിലൂടെയും കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തുക എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഇനി കർക്കിടക കൂറിൽ ജനിച്ച പുണർധം കാൽ, പൂയം, ആയില്യം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ്. മാനസികമായും സാമ്പത്തികമായും വലിയ സുരക്ഷിതത്വത്തിന്റെ നാളുകളാണിവർ വരാനിരിക്കുന്നത്. കയ്യിലെ ധനസ്ഥിതി മെച്ചപ്പെടും. ദീർഘകാല നിക്ഷേപങ്ങൾക്കും ചിട്ടയായ സമ്പാദ്യത്തിനും ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. അനാവശ്യ ധനനഷ്ടങ്ങളിൽ നിന്നും ശനി ഭഗവാൻ നിങ്ങളെ കാത്തുരക്ഷിക്കും. വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്നും ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും ആശ്വാസം ലഭിക്കും. തൊഴിൽ രംഗത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മികച്ച അംഗീകാരവും പദവികളും ലഭിക്കും. പുതിയ ഉത്തരവാദിത്വങ്ങൾ ആത്മവിശ്വാസത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കും. കുടുംബത്തിലും ദാമ്പത്യത്തിലും മികച്ച സമാധാനം ഉണ്ടാകും. പരസ്പര ധാരണ വർദ്ധിക്കുന്ന നല്ലൊരു കാലമാണിത്. അടുത്തതായി ചിങ്ങക്കൂറിൽ ജനിച്ച മകം, പൂരം, ഉത്തരം കാൽ നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ജാഗ്രത ആവശ്യമാണ്. കുടുംബാവശ്യങ്ങൾക്കായി ചിലവുകൾ വലിയ രീതിയിൽ ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു ധനകാര്യ ബഡ്ജറ്റ് തയ്യാറാക്കണം. റിസ്ക് കൂടുതലുള്ള ചിട്ടികളിലോ ഷെയറുകളിലോ പണം നിക്ഷേപിക്കരുത്. ജോലിയിലെ അമിതഭാരം തളർച്ചയ്ക്ക് കാരണമാകുമെന്നതിനാൽ വിശ്രമവും കൃത്യമായ ഭക്ഷണക്രമവും ഉറപ്പാക്കണം. കഠിനാധ്വാനം ആവശ്യമുള്ള ഒരു വർഷമാണിത്. ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലം ലഭിക്കാൻ അല്പം താമസമുണ്ടായേക്കാം. എങ്കിലും നിങ്ങളുടെ ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഭാവിയിൽ ഗുണം ചെയ്യും. പങ്കാളിയുമായി ചെറിയ അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. വിട്ടുവീഴ്ചകൾ ചെയ്യാനും ക്ഷമയോടെ കാര്യങ്ങൾ കേൾക്കാനും തയ്യാറായാൽ സമാധാനം നിലനിർത്താം. ഈ കഠിന പരീക്ഷണങ്ങൾ വലിയൊരു വളർച്ചയ്ക്കുള്ള ചവിട്ടുപടിയാണെന്ന് ഓർക്കുക. ഇനി കന്നിക്കൂറിൽ ജനിച്ച ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര പകുതി നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ്. കൂട്ടായ സംരംഭങ്ങളിലൂടെയും പാർട്ണർഷിപ്പ് ബിസിനസ്സുകളിലൂടെയും വലിയ ലാഭമുണ്ടാക്കാൻ ഈ വർഷം സാധിക്കും. സമ്പാദ്യം വർദ്ധിക്കുമെങ്കിലും എവിടെയെങ്കിലും നിക്ഷേപിക്കുന്നതിന് മുൻപ് വലിയവരോട് ആലോചിക്കുക. പൊതുവെ ആരോഗ്യപ്രദമായ നാളുകളാണ് വരാനിരിക്കുന്നത്. എങ്കിലും ജോലിയിൽ അമിതഭാരം മാനസിക സമ്മർദ്ദത്തിന് കാരണമാകാതെ നോക്കണം. മറ്റുള്ളവരുടെ പിന്തുണയാൽ ജോലിയിൽ വലിയ പുരോഗതി ഉണ്ടാകും. പുതിയ പ്രൊജക്ടുകളുടെ ഭാഗമാകാൻ അവസരം ലഭിക്കും. പ്രണയിക്കുന്നവർക്കും വിവാഹിതർക്കും വളരെ അനുകൂലമായ സമയമാണ്. പരസ്പര സ്നേഹവും ഐക്യവും കുടുംബത്തിൽ വർദ്ധിക്കും. കൂട്ടുപ്രവർത്തനത്തിലൂടെ വിജയം കണ്ടെത്തുക എന്നതാവണം ലക്ഷ്യം.
തുടർന്ന് തുലാങ്കൂറിൽ ജനിച്ച ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ നക്ഷത്രക്കാരുടെ സമയമാണ്. സാമ്പത്തികമായി ചില വെല്ലുവിളികൾ ഈ വർഷം ഉണ്ടായേക്കാം. അനാവശ്യ ചിലവുകൾ പൂർണ്ണമായും മാറ്റിവെച്ച് വരവിനനുസരിച്ച് ജീവിക്കാൻ ശ്രദ്ധിക്കുക. തൊഴിൽപരമായ സമ്മർദ്ദം ആരോഗ്യത്തെ ബാധിച്ചേക്കാം. എന്നാൽ ചെറിയ അസുഖങ്ങൾ പോലും കണ്ടില്ലെന്ന് നടക്കരുത്. വിശ്രമം അത്യാവശ്യമാണ്. തൊഴിൽ രംഗത്ത് വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. ജോലിയിൽ കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും ആവശ്യമാണ്. വളർച്ച സാവധാനത്തിലായിരിക്കും. കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. അതിനാൽ വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുകയും വിവേകത്തോടെ പെരുമാറുകയും ചെയ്യുക. ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി തുലനാവസ്ഥയിൽ കൊണ്ടുപോകുക എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഇനി വൃശ്ചികക്കൂറിൽ ജനിച്ച വിശാഖം കാൽ, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരുടെ സമയമാണ്. സാമ്പത്തികമായി വളരെ ഭാഗ്യമുള്ള നാളുകളാണ് വരാനിരിക്കുന്നത്. മുൻപ് ചെയ്ത അധ്വാനത്തിന്റെ ഫലം ഈ വർഷം പണമായി നിങ്ങളുടെ കയ്യിലെത്തും. പുതിയ നിക്ഷേപങ്ങൾക്കും വരുമാന വർധനവിനും വഴിതെളിയും. ആരോഗ്യനിലയിൽ വലിയ പുരോഗതിയും ഉന്മേഷവും ഉണ്ടാകും. പുതിയ പരീക്ഷണങ്ങൾക്കും കരിയർ മാറ്റങ്ങൾക്കും വളരെ അനുകൂലമായ സമയമാണ്. നിങ്ങളുടെ കഴിവുകൾ സമൂഹത്തിലും ജോലിസ്ഥലത്തും അംഗീകരിക്കപ്പെടുകയും ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കുകയും ചെയ്യും. ദാമ്പത്യത്തിലും പ്രണയത്തിലും സന്തോഷം നിറയും. വിവാഹകാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനമുണ്ടാകും. വലിയ മാറ്റങ്ങളുടെയും ഉയർച്ചകളുടെയും കാലമാണിത്. അടുത്തതായി ധനുക്കൂറിൽ ജനിച്ച മൂലം, പൂരാടം, ഉത്രാടം കാൽ നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ്. കുടുംബത്തിനു വേണ്ടിയോ വീടുമണിക്കോ മറ്റോ വലിയ തുക ചെലവഴിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആഡംബര ചിലവുകൾ പൂർണ്ണമായും കുറച്ച് പണം കരുതിയേക്കുക. കുടുംബകാര്യങ്ങൾ ഓർത്ത് അനാവശ്യമായി വേവലാതിപ്പെട്ട് മനസ്സിന്റെ സമാധാനം കളയരുത്. വ്യായാമം ശീലമാക്കുക. ജോലിയിൽ വലിയ മാറ്റങ്ങൾ ഈ വർഷം പ്രതീക്ഷിക്കേണ്ടതില്ല. കയ്യിലുള്ള ജോലി നഷ്ടപ്പെടാതെ കൃത്യമായി ചെയ്യുക എന്നതാണ് പ്രധാനം. അടിത്തറ ഭദ്രമാക്കാനുള്ള സമയമാണിത്. പ്രണയത്തെക്കാൾ കുടുംബ ഉത്തരവാദിത്തങ്ങൾക്കായിരിക്കും ഈ വർഷം മുൻഗണന. ഉള്ളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് സ്വയം ശാന്തനാവുക. ഇനി മകരക്കൂറിൽ ജനിച്ച ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം പകുതി നക്ഷത്രക്കാരുടെ സമയമാണ്. സാമ്പത്തിക ഭദ്രതയുള്ള വർഷമായിരിക്കും ഇത്. പെട്ടെന്നുള്ള വലിയ വലിയ ലാഭങ്ങളെക്കാൾ സ്ഥിരമായ വരുമാനം നിങ്ങൾക്ക് ഉറപ്പാക്കാം. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് വളരെ നല്ല സമയമാണിത്. കൃത്യമായ ദിനചര്യകൾ പാലിക്കുന്നത് വഴി നല്ല ആരോഗ്യം കാത്തുസൂക്ഷിക്കാം. തൊഴിൽ രംഗത്ത് അധികാരവും ഉത്തരവാദിത്തങ്ങളും വർദ്ധിക്കും. നിങ്ങളുടെ അധ്വാനത്തിന് അർഹമായ ഫലം ഉറപ്പായും ലഭിക്കും. കുടുംബത്തിൽ പരസ്പര വിശ്വാസം വർദ്ധിക്കുകയും പ്രണയബന്ധങ്ങൾ വലിയ വിഘ്നങ്ങളില്ലാതെ വിവാഹത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. ചിട്ടയായ പ്രവർത്തനത്തിലൂടെ വലിയ വിജയം നേടാൻ ഈ വർഷം സാധിക്കും. തുടർന്ന് കുംഭക്കൂറിൽ ജനിച്ച അവിട്ടം പകുതി, ചതയം, പുരൂരുട്ടാതി മുക്കാൽ നക്ഷത്രക്കാരുടെ വിവരങ്ങളാണ്. പുതിയ നൂതനമായ മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കാൻ ഈ വർഷം സാധിക്കും. ബുദ്ധിപരമായ നിക്ഷേപങ്ങൾ വലിയ ലാഭം തരും. എങ്കിലും ചിലവുകൾ കൈവിട്ടു പോകാതെ നോക്കുക. ആരോഗ്യസ്ഥിതി തൃപ്തികരമായിരിക്കും. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വിനോദങ്ങളിലോ യാത്രകളിലോ ഏർപ്പെടുന്നത് നന്നായിരിക്കും. ജോലിയിൽ പുതുമയുള്ള ആശയങ്ങൾ പരീക്ഷിക്കാൻ സാധിക്കും. സർഗാത്മകതയ്ക്ക് അഭിനന്ദനങ്ങൾ ലഭിക്കും. പ്രണയബന്ധങ്ങളിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായേക്കാം. പുതുമയും പുരോഗതിയും നിറഞ്ഞൊരു വർഷമായിരിക്കും ഇത്. അവസാനമായി മീനക്കൂറിൽ ജനിച്ച പുരൂരുട്ടാതി കാൽ, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ഏറ്റവും സുവർണ കാലങ്ങളിൽ ഒന്നാണിത്. സാമ്പത്തികമായി വലിയ മുന്നേറ്റമുണ്ടാകും. ബിസിനസ്സിൽ നിന്നും ഷെയറുകളിൽ നിന്നും വലിയ ലാഭമുണ്ടാകും. കടങ്ങൾ പൂർണ്ണമായും തീർക്കാൻ സാധിക്കും. ആരോഗ്യനിലയിൽ അവിശ്വസനീയമായ മാറ്റങ്ങൾ ഉണ്ടാകും. പഴയകാല രോഗങ്ങൾ പൂർണ്ണമായി ഭേദമാകും. മനസ്സിന് വലിയ സമാധാനവും സന്തോഷവും ലഭിക്കും. തൊഴിൽ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകും. പുതിയ വിദേശ ജോലികൾ ലഭിക്കാനോ ബിസിനസ് വലിയ രീതിയിൽ വിപുലീകരിക്കാനോ സാധിക്കും. പ്രണയ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. പുതിയ തുടക്കങ്ങളുടെയും പുരോഗതിയുടെയും വർഷമാണിത്. ഇതൊരു പൊതുവായ രാശിഫലമാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെയും ദശാബഹാരങ്ങളുടെയും മാറ്റങ്ങളെ അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായ വിലയിരുത്തലിനായി നിങ്ങളുടെ വ്യക്തിഗത ജാതകം കൂടി പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും. ഭഗവാന്റെ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.